ആര്യ ചേച്ചി, ഒരു ലിറ്റിൽ ഏഞ്ചലിനെ വിളിക്കുന്നതിനെ പറ്റി എന്താണ് മൂന്ന് പേരുടെയും അഭിപ്രായം? നല്ല അഭിപ്രായം. ഒന്ന് ഉണരാൻ തോന്നുന്നില്ലേ? തീർച്ചയായും. ഒന്ന് സംസാരിക്കാൻ, ആ ശബ്ദം കേട്ടിട്ട് കരയാൻ തോന്നുന്നുണ്ടോ? അത്രക്കില്ല. വിളിച്ചോ, പാട്ട് കേൾക്കാം. എന്നാ വിളിക്കട്ടെ. വിളിക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം നമ്മുടെ യാമിക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ, വായോ ഇരുട്ട്. അവിടെ നിന്ന് 4 മൂലക്കും ടാറ്റ കാണിച്ചിട്ട് വരൂ. ഹലോ, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടെ 5 മിനിറ്റ് ഒളിപ്പിച്ചിരിക്കുന്നേ. അയ്യോ, ഇതെന്താ? എന്താ പറ്റിക്കുന്ന മുട്ടായി? എവിടെ പോവാ? ദൈവമേ, ഇറങ്ങി പോന്നു. എന്താ ഓറഞ്ച് മിഠായിയോ? ഓറഞ്ച് അല്ല, പിന്നെ പറ്റിക്കുന്ന മിഠായി. പറ്റിക്കുന്ന മിഠായിയാണോ? നോക്കട്ടെ. അതിവിടെ കാണിക്കാൻ പറ്റും കേട്ടോ. തുറന്നു തരാം. ഇതാ ഇപ്പൊ തുറന്നു. ഓക്കെ, ഇത് കിട്ടി. ഇതെന്താണ്? അത് കഴിക്കാൻ. പറ്റിക്കൽ മുട്ടായിയാണെന്ന്. അതവള് പറയാൻ പാടില്ലായിരുന്നു. ആക്ച്വലി പറ്റിക്കപ്പെടണമായിരുന്നു. അയ്യോ, ഇതൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞ കടലാസന്ന്. ഇതൊരു പ്രാങ്ക് ആയിരുന്നു. പക്ഷെ അവളത് തുറന്നു പറഞ്ഞു. കടലാസ് മിഠായി. പറ്റിക്കലാണ്. പക്ഷെ മുട്ടായി ഉണ്ട് കേട്ടോ. അതെ, ശരിക്കുള്ളതുണ്ട്. ഇവിടെ ഓറഞ്ച് മുട്ടായി ഉണ്ട്. ഹായ്, താങ്ക് യു. മുടിയിലൊക്കെ കളറൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ലത് വെച്ചതാന്ന് തോന്നുന്നു, വേറെ മുടി അല്ലേ? അല്ല, അതെ അതെ അതെ. ആണോ? വെച്ചതാണോ അത്? നീല കളർ മുട്ടായി. ഇതൊക്കെ സ്വന്തമായിട്ട് 1-2 വായിലിട്ടു. അയ്യോ, ഇനി പാട്ടെങ്ങനെ? യാമിക്കുട്ടീസ്, ശരിക്കും പറ്റിച്ചല്ലോ, എല്ലാരും പറ്റിച്ചല്ലോ. അതെ 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 അതെ, ഞങ്ങൾ ചമ്മി പോയി. അതെ. എന്താണ് വിശേഷം യാമിക്കുട്ടിയുടെ? എന്റെ സാറിനും ആര്യ ചേച്ചിക്കും ഞങ്ങൾക്ക് ഒരു 3 പാട്ടുണ്ട്. ആണോ? 3 പാട്ടോ? ഒരു ഗിഫ്റ്റ്. ആണോ? അത് ഏത് പാട്ടാ? ആദ്യം ഞാൻ ആര്യ ചേച്ചിക്ക് പാടും. കളിക്കുന്ന കുഞ്ഞു കിളിയുടെ പിന്നാലെ വരണ്ട, രാഗി പറക്കുന്ന ചെമ്പരുന്തേ ഓടിയാളിച്ചാളി, ഓടിയാളിച്ചാളി. കളിക്കുന്ന കുഞ്ഞു കിളിയുടെ പിന്നാലെ പോരണ്ട, രാഗി പറക്കുന്ന ചെമ്പരുന്തേ ഓടിയാളിച്ചാളി. അമ്പുണ്ട്, വില്ലുണ്ട്, ചങ്കിനുറപ്പുണ്ട്, ചങ്ങാതി കൂട്ടങ്ങൾ കൂടെയുണ്ട്. എന്റെ കാവലിലെന്നും ഞാനുമുണ്ട്, കാവലിലെന്നും ഞാനുമുണ്ട്. അങ്ങനെ വേണം, ഇനി അങ്ങനെ വേണം, അങ്ങനെ വേണം, ഇനി അങ്ങനെ വേണം. താങ്ക് യു യാമിക്കുട്ടി. അടുത്ത് എന്റെ സാറ് മ്യൂസിക് ഇട്ടത് മധുവങ്കിള് പാടിയത്. അതേത് പാട്ടാ? കൊലസുകൾ കുയിലന. ഒന്ന് പാടിയേ. കൊലസുകൾ കുയിലന പാടുതടി, കൈവളയൽ പേസുതടി. എരുമനമൊരുമനമാകുമണി, ഇന്നത്തെരുമണം വന്നതടി. അന്തിനേരം ഉன்னை பார்த்தேன் கண்ணம்மா, அந்த பார்வை ஒன்று போதும், என்ன வேணும் என் கண்ணா, கொஞ்சம் நேரம் கொஞ்சி பேச நெஞ்சில் ஏக்கம் கண்ணம்மா, அந்த நாளில் அந்தி நேரம் உன்னை பார்த்தேன் கண்ணம்மா. മനസ്സിലായിട്ടുണ്ട്. അതായത് ഇത് പുതിയ ടൈപ്പ് കാർട്ടൂണാണ്. എന്റെ അമ്മ സീമാട്ടിന്റെ നെസ്സു വേറെ എവിടേക്കോ പോയി ഒളിച്ച്. വേറെ എവിടെയാ പോയി ഒളിച്ചെന്റെ അമ്മയോ? അമ്മയോ? പാവയോ? എന്നിട്ട് അമ്മ പച്ച പറക്കുന്ന പോലെ ആക്കിയിട്ട് കരങ്ങി. പക്ഷി പറക്കുന്ന പോലെ ആക്കിയിട്ട് ഇറങ്ങി. ഓ, അത് ശരി. ആണോ? ഇങ്ങനെ ആക്കിയിട്ട് കരഞ്ഞോ? ബോധം കിട്ടിയിനി. കാണാതെ പോയോ? അയ്യോ, ചെറുതിന് അതെന്താ സംഭവം? അത് യാമിക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയതാ സീമാട്ടിയില്. അപ്പൊ നോക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഇവനെ കാണാതായി. ഇവനാ നമ്മള് ഡ്രസ്സെല്ലാം നോക്കുന്ന ടേബിൾ ഉണ്ടല്ലോ, അതിന്റെ അകത്തുള്ള ഷെൽഫിൽ കയറി ഒളിച്ചു കളഞ്ഞ്. ഓ, അതിന്റെ ഉള്ളില് എങ്ങനെ കണ്ടുപിടി? ഞങ്ങളൊരു അരമണിക്കൂറോളം തെരഞ്ഞ അവസാനം CCTV നോക്കാന്നുള്ള ഒരു സ്റ്റേജിൽ എത്തിയപ്പം ലാസ്റ്റ് ഇവനൊരു കുറച്ച് ബീഡ്സ് കിട്ടിയിരുന്നു ഏതോ ഡ്രസ്സിന്റെ, അത് എടുത്തിട്ട് പുള്ളി എസ്കേപ്പ് ആയതാ.
അവിടെ പൊട്ടിച്ചെതറി കിടക്കുന്നുണ്ട്. ഒരു സ്റ്റാഫ് ജസ്റ്റ് തുറന്നു നോക്കിയപ്പോഴാ കിട്ടിയേ. എന്റെ ഓ, പോലെ അത് ശരി. കിട്ടി. എന്റെ എടാ ദൈവം. വില്ലാളി വീരനാണല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്. എന്താണ്? അവന് എനിക്ക് അമ്മ വൈറ്റമിൻ തരാനേ ഇവിടേക്ക് തിരിഞ്ഞതാള്. അപ്പത്തേക്കും എന്റെ വാവ ആ ബെഡിന്ന് ഊർന്നിറങ്ങി. എന്നിട്ട് അവന് ഒരു ഗ്ലാസ് സിട്രസിന് എടുത്തിട്ട് മുഴുവനും കുടിച്ചു. സിട്രസിനോ? എന്റെ അമ്മേ. എന്നിട്ട് ഹായ്ന്ന്. സിട്രസും കുടിച്ച എന്നിട്ട് ആ എന്നിട്ട് അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക്. ആണല്ലേ? ആണോ അങ്ങനെയൊക്കെയാണ്. ഇവിടെ സൂചി ഉള്ളിലേക്ക് കയറ്റി. സൂചി ഉള്ളി കയറ്റി. നല്ല നല്ല വൃത്തിയാക്കിയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നു. ആണല്ലേ? ഇപ്പൊ വയറ് നല്ല വൃത്തിയായി രാമക്കുട്ടി ഈ സൂചി എന്ന് പറയുന്നത് അങ്കിളുടെ ഭയങ്കര പേടിയാണ്. സൂചി വേണ്ട, നമുക്ക് പാട്ട് മതി. റെഡിയല്ലേ പാട്ട്? ഞാൻ പാട്ട് റെഡിയാ. ശരിയാണോ? ഏത് പാട്ടാ? പഞ്ചാരപ്പാല് മിഠായി. പുഞ്ചിരി പഞ്ചാര പാല് മിഠായി. മിഠായി. അപ്പൊ ഡീറ്റെയിൽസ് എന്താണ്? പാടിയത് യേശുദാസ് അങ്കിൾ, ലീമമ്മ, രേണുകമ്മ. പിന്നെ ലിറിക്സ് എഴുതിയത് ആ. വയലാർ രാമവർമ്മ. രാമവർമ്മ. സംഗീതം നൽകിയത് ജി ദേവരാജൻ മാഷ്. ഓക്കെ. സിനിമേന്റെ പേര് ആര്യ. ഭാരി. ഭാരി. ഓക്കെ. ഭാരി. ഭാരി. നല്ല പടം. ഭാര്യാന്ന് മീനൂട്ട. ഭാരി. വർഷം 1916. 1916 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഭാരി എന്ന ചിത്രത്തിൽ നിന്നും ഭാരി. ഒരു മനോഹരമായ ഗാനം, ഒരു ഭാരിച്ച ഗാനം യെസ്. പാടാ, കേക്കാം നമുക്ക്. ഓക്കെ. ഓൾ ദി All the ബെസ്റ്റ്. best. ഓക്കെ. പഞ്ചാരപ്പാല് മിഠായി, പുഞ്ചിരി പഞ്ചാരപ്പാല്
യാമിക്കൊരുമ 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 ഓ ഉമ്മ. യാമിക്കുട്ടി ആ. ആർക്ക് തരും ആർക്ക് തരും ആർക്ക് തരും ഓ അതെങ്ങനെ പാടിയ ഓ ആ ഓ ഓ, 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 ഓ. ഓ ആ, എങ്ങനെ മാറി. എങ്ങനെ തൊണ്ട എന്നാണ് അത് പാടേണ്ടത്. ഓ, തൊണ്ടേന്നാണ് തൊണ്ടേന്നാ വന്നത്. പാടേണ്ടത്. അടക്കണം തൊണ്ട. ഇളക്കണം ഇങ്ങനെ ഇങ്ങനെ. ഇളക്കുന്നുണ്ട് അപ്പൊ വരും. ഇങ്ങനെ 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 ഇളക്കണോ ആ. ഓ ഓ, ഉം. അത് 5 പ്രാവശ്യം ഉണ്ട്. 5 പ്രാവശ്യം അഞ്ച് ഉണ്ട്. പ്രാവശ്യം. ഓ, അഞ്ച് എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ഓ ഇതുപോലെ അല്ലല്ലോ. വേറെ ഉണ്ടെന്ന്. അത് പഠിക്കപ്പിച്ച് എനിക്ക് തരൂ എനിക്ക് തരൂ എനിക്ക് തരൂ ഓ ഓ ഓ ഓ, ഓ, ഓ. ഓ. അങ്ങനെയാണോ ആ. കറക്റ്റ് ആണോ ശ്ശെ. Yes. അത് കറക്റ്റ് അത് കറക്റ്റാ. ഇത്രയും കഷ്ടപ്പെട്ട ഒരു പാട്ട് പഠിക്കുമ്പോ ഇത്ര വരി എങ്ങനെ ബൈഹാർട്ട് പഠിച്ചു? ഓ ആരതിച്ചല്ലേ പല്ല് പൊട്ടിയത് കണ്ടോ? അയ്യോ, അത് ഈ വരി പഠിച്ചിട്ട് പൊട്ടിയതാണോ? ടഫ് വരി ആയതുകൊണ്ട്. തെറിച്ചുപോയി. നമ്മള് മിഠായി കഴിക്കുമ്പോൾ മിഠായിന്റെ സാധനം ഇങ്ങനെ ഇട്ടുമ്പോ നമ്മുടെ പല്ല് നാശാവൂലേ? ഓ അതെ അതെ മനസ്സിലായോ? പല്ല് അപ്പൊ നാശാവും. ഇന്ന് അങ്ങനെ. മിഠായി മഴ വേണ്ട. ഫസ്റ്റ് സ്റ്റാൻഡിൽ എത്തുമ്പോഴാണ് പല്ലൊക്കെ പോവുക. ആഹാ പിന്നെ മധുരമഴ വേണ്ടല്ലോ. വേണ്ട അപ്പൊ. ഇന്ന് മധുരമരം വേണ്ട. മധുരമര വേണ്ട. മധുരമഴ ശരി വേണ്ട. ശരി ഓക്കെ. ശരി. ആ. പക്ഷെ പാട്ട് മധുവെങ്കിലും വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിരുന്നു യാമിക്കുട്ടി പാടുന്നത് കാണാൻ. താങ്ക് യു. പാടിയത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എനിക്ക് എത്ര മാർക്കപ്പ പാടിയപ്പോൾ? പാടിയതിനോ 100 out of 100. കൈയടിക്ക് കൈയടിക്ക്. ആ, യേ. 100. സംശയമുണ്ടോ? സംശയമൊന്നും വേണ്ട. 100 ഫുൾ മാർക്ക്. ഫുൾ മാർക്കാ. ആ ഓന്റെ സംഗതിക്ക് പ്രത്യേക സ്കോർ. ഒരു ഇഷ്ടത്തില് പറയണോ അങ്ങനെ 100 out of ഓ 100? ഇഷ്ടത്തില്. ഒരു നിങ്ങളുടെ താല്പര്യത്തിൽ പറയുന്നത് എന്താ ഇത്? അപ്പൊ യാമിക്കുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് 100 out of യേ. 100. Yes. ഇങ്ങനെയല്ലേ ഈ ചിരിയുണ്ട്. അയ്യോ, മുട്ടായി മഴ വേണ്ടല്ലോ. മുട്ടായി പഴം വേണം. വേണ്ട, കുറച്ച് വേണ്ട മുമ്പ് പറഞ്ഞില്ലേ വേണ്ടാന്ന്. കുറച്ച് നേരത്തെ പല്ലൊക്കെ പോവെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറ്റിച്ചതാ. അതൊക്കെ പറ്റിച്ചാ. അപ്പൊ നിങ്ങൾ വാ. മുട്ടായി മഴ വേണ്ടെന്ന് പറയട്ടെ. വേണം. ആ. ആ ഓക്കെ ഓക്കെ ആരെയും കൊടുത്തോളൂ. വരട്ടെ ഒരു മിഠായി മഴ. പാല് മിഠായി ആർക്ക് തരും ആർക്ക് തരും ആർക്ക് തരും ഓ പഴണ്ടാ. ഓ വലുത് മാത്രം എടുക്കുകയാണേ. എനിക്ക് ഡെയിലി മിൽക്ക് എന്റെ ഫേവറേറ്റ്. ആ ഡെയിലി മിൽക്ക്. ഡെയിലി മിൽക്കാ. ഡെയിലി ഡെയിലി മിൽക്ക് മാത്രമാണ് എന്റെ ഫേവറേറ്റ്. ഓ അത് ശരി. ടാറ്റാ. ടാറ്റാ. പഴണ്ടാ.